ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കാർത്തിക് ആര്യന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം വളരെ സീക്രട്ടീവ് ആണെന്നുള്ളതാണ്. കാർത്തിക് ആര്യൻ, താങ്കളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ചില കാര്യങ്ങൾ പുറത്തു കാണിക്കുന്നു, പല കാര്യങ്ങളും മറയ്ക്കുന്നു എന്ന്. താങ്കൾ ആക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഈ ആഗ്രഹത്തിനെ കുറിച്ച് അച്ഛനോടും അമ്മയോടും എന്തുകൊണ്ട് പറഞ്ഞില്ല? കൊച്ചു പ്രായം തൊട്ടേ എനിക്ക് ആ ശീലം ഉള്ളപ്പോ എനിക്ക് എന്നെ കൊണ്ട് എങ്ങനെ അത് പറയാൻ പറ്റും പെട്ടെന്ന്? പക്ഷെ ഞാൻ സാറിന്റെ ഫാൻ ആയതുകൊണ്ട് ഞാൻ കൊച്ചു വയസ്സിൽ എന്തുകൊണ്ടാ ആ കാര്യം പറയാത്തതെന്ന് ഞാൻ പറയാം. കൊച്ചു വയസ്സിലെന്നല്ല, അതിനുശേഷവും ഞാൻ പറയാത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ വളർന്നതൊക്കെ ഗ്വാളിയറിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയണമെങ്കിൽ അത് എഡ്യൂക്കേഷന് റിലേറ്റഡ് ആയിരിക്കും. ഞാൻ എല്ലാം വിട്ടിട്ട് മുംബൈക്ക് പോകണം, ആക്ടിങ് ചെയ്യണമെന്നങ്ങനെ പറഞ്ഞിരുന്നാൽ ആരും എന്നെ വിശ്വസിച്ചിരിക്കില്ല. ഞാൻ അവിടെ PT, PMT എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. AI നിങ്ങളെല്ലാവരും എക്സാംസ് എഴുതി കാണുന്ന ഞാൻ വിചാരിക്കുന്നത്. AI, EEE നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തിരിക്കുന്ന വിചാരിക്കുന്നത്. അവസാനം DY പോർട്ടൽ കോളേജിലാണ് എൻ്റെ എൻട്രൻസ് ക്ലിയർ ആയത്. അവിടെ എനിക്ക് അഡ്മിഷനും കിട്ടിയിരുന്നു. അന്ന് തൊട്ട് ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല, ഓൺലി ഓഡിഷൻസിന് മാത്രമാണ് പോയത്. ലെഫ്റ്റ് റൈറ്റ് നവി മുംബൈയിൽ നിന്ന് മുംബൈയിലോട്ട് ഞാൻ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കും. കാർത്തിക്, താങ്കൾ എന്തുകൊണ്ടാണ് പേരൻസിനോട് പറഞ്ഞില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഗോളിയറിൽ നിങ്ങൾക്കൊരു സുഹൃത്തുള്ളതായിട്ടുള്ള കാര്യം എനിക്കറിയാം. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ താങ്കൾ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടില്ല, എല്ലാം വെറുതെ ആണെന്ന്. സത്യത്തിൽ അവൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവരൊക്കെ താങ്കളെ ഉപേക്ഷിച്ചെന്ന് കേട്ടു. അത് സത്യം തന്നെയാ. ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുമ്പോൾ അവർ സന്തോഷിച്ചു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ സന്തോഷിച്ചൊന്നും ഇല്ലായിരുന്നു. അതായിരുന്നു സംഭവിച്ചത്. പക്ഷെ ഒരു ഡോക്ടർ ഫാമിലിയിൽ ആക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം താങ്കൾക്ക് എങ്ങനെയാണ് വന്നത്? കാണാൻ നല്ല വ്യക്തിയെ പോലാണല്ലോ ഉള്ളത്. സർ, കാണുമ്പോൾ ഒരു ഇന്നസെന്റ് ലുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഹീറോ ആവണമെന്ന് വിചാരിച്ചത്. വീട്ടിലുള്ളവർ മകൻ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്, രാപകൽ കഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കും. പക്ഷെ മകൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഡിഷൻ എന്ന് പറഞ്ഞ് ഓഡിഷന്റെ പുറകെ നടക്കുകയാണ്. അവർക്കതൊന്നും അറിയില്ല സർ. ഇൻഫാക്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറേ ഓഡിഷൻ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സിലിരുന്ന് സ്റ്റുഡൻസ് വരെ എല്ലാവർക്കും ഞാൻ കോളേജിലോട്ട് വരുന്നത് വെറും ഒരു ചുമ്മാതാന്ന് അവർക്ക് മനസ്സിലായി. ഒരു സമയത്ത് എനിക്കൊരു വൈവ എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വൈവ എക്സാം വിട്ടിട്ട് ഞാൻ ആ ഓഡിഷനിലോട്ട് പോയിരുന്നു. ഓഡിഷൻ തീർത്തിട്ട് ഉച്ചയ്ക്കെല്ലാം ഞാൻ റിട്ടേണും വന്നിരുന്നു. അതിനിപ്പുറം എൻ്റെ വൈവ എക്സാം തീർന്നു പോയി. എൻ്റെ ടീച്ചർ സ്റ്റാഫ് റൂമിലായിരുന്നു. ശരി, ഞാൻ പോയി ട്രൈ ചെയ്ത് നോക്കാമെന്നാ ഓർത്തേ. പറ്റിക്കുന്നവരെ ചില സമയത്ത് ഗോഗറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റാഫ് റൂമിലോട്ട് ഞാൻ പിന്നെ പോയിട്ട്, മാം എൻ്റെ വൈവ എക്സാം നിങ്ങളൊന്നുകൂടെ എടുത്തിരുന്നാൽ ഞാൻ തീർച്ചയായിട്ടും പാസ് ചെയ്യും മാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്യുന്നൊന്നും അറിയില്ല. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മാം നല്ല ടീച്ചറായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശരി ഓക്കെ ഞാൻ വൈവ എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമായി. അവർ പറഞ്ഞത് അവരുടെ പേര് പറഞ്ഞാൽ മതി, അവർ പാസ് ചെയ്യാമെന്നായിരുന്നു. ഞാൻ ഫ്ലോപ്പായി, അതായത് ആ എക്സാമിൽ ഞാൻ ഫെയിലായി. എനിക്കവർ മാർക്സ് തന്നില്ല. പക്ഷേ പെൺകുട്ടികളുടെ പേരുകൾ ഓർത്തു വെക്കാൻ താങ്കൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് കേട്ടു. അതിനുശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയ, പെണ്ണുങ്ങളുടെ പേര് ഒരിക്കലും മറക്കാൻ പാടില്ല. താങ്കൾക്ക് സിനിമ ചാൻസ് കിട്ടിയതിന് ശേഷം ഒരു പടത്തിന് സൈൻ ചെയ്തു. പക്ഷേ താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഒന്നിച്ച് ആഹാരം കഴിച്ചു, അവരോടൊപ്പം ചുറ്റിക്കറങ്ങി. പക്ഷേ ഒരു വർഷം താങ്കൾ അഭിനയിക്കുന്ന കാര്യം അവരോടാരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടത്? സർ, അത് ആക്ച്വലി എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ഫിലിം പ്യാർ കാ പഞ്ച്നാമയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു ഫിലിം വന്നിരുന്നു. ഞാൻ അതിന് ഓഡിഷൻ ചെയ്തിരുന്നതാ. അവരന്ന് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, യു ആർ സെലക്ടഡ് ഫോർ ദ ഫിലിം. ആക്ച്വലി ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ വളരെ കഷ്ടമാണ്. അതിൽ ഞാൻ ഇനിയും കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് അത് ക്ലിയർ ചെയ്തേ. അതിനുശേഷം അത് ക്ലിയർ ചെയ്തതിന് ശേഷം എല്ലാവരുടെ അടുത്ത് ഞാൻ ഹീറോ ആയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നാട് മുഴുവനും അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു വെച്ചു. പക്ഷേ ഞാൻ അന്ന് ആ സിനിമ ചെയ്തില്ലായിരുന്നു. അതിനുശേഷം എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് ഹീറോ ആയോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഇതുപോലെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സോ അതിനുശേഷമാണ് ഞാൻ തീരുമാനിച്ചത്, ഫസ്റ്റ് സിനിമ തീർക്കുന്നവരെ ഞാൻ ആരുടെ അടുത്തും ഒന്നും പറയാൻ പാടില്ലെന്നുള്ള കാര്യം. അന്ന് ഞാൻ ഏകദേശം ഒരു 12 പിള്ളേരുടെ കൂടെ ആയിരുന്നു ലോക്കൻവാല മുംബൈയിൽ. അന്ന് ഞാൻ പ്യാർ കാ പഞ്ച്നാമയുടെ ഷൂട്ടിങ്ങിലോട്ട് പോയിട്ട് വന്നുകൊണ്ടിരുന്ന സമയമാണ്.
ലോക്കൻവാലയുടെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ആ ഹോസ്പിറ്റൽ കോക്കില ബേ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ. അച്ഛനും അമ്മയും ഡോക്ടറായത് കാരണം കഥ എളുപ്പമായിപ്പോയി എനിക്ക്. സോ അവരും അത് വിശ്വസിച്ചു. ആ സമയത്ത് ഞാൻ ഓഡിഷനും പോയില്ല, വേറെ ഒരു പണിക്കും പോയില്ല. ജസ്റ്റ് ആ സിനിമയ്ക്ക് മാത്രം പോയി. ഷൂട്ടിംഗ് സ്പോട്ടിലോട്ട് പോവും, ഫിനിഷ് ചെയ്യും, നേരെ തിരിച്ചു വരും. അപ്പോൾ ആർക്കും തന്നെ അറിയില്ല, 1 വർഷത്തിൻ്റെ അടുത്ത് ആ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. 1.5 വർഷത്തിന് ശേഷം ട്രെയിലർ റിലീസായി. അന്ന് ഞാൻ അവരൊക്കെ റൂമിലിരുത്തിയിട്ട് ട്രെയിലർ ഇട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ ഞാൻ ആക്ടറായെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്റേൺഷിപ്പ് ഒന്നും പോയില്ലെന്നും പറഞ്ഞു. താങ്കൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മുഖമൊക്കെ കഴുകാനും റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണും, അമ്മയോട് പോയി പറയുമെന്നുള്ള പേടിയൊന്നും താങ്കൾക്കില്ലേ? ആ സമയത്ത് എന്നെ ആർക്കും അറിയില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ചേഞ്ച് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് ഫ്രഷ്നപ്പ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ മുംബൈക്ക് ഓഡിഷനിലോട്ട് പോകും. ലോക്കൽ ട്രെയിനിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. എൻ്റെ ട്രാവൽ, അതായത് ഞാൻ നവി മുംബൈയിലായിരുന്നു. ബേലാപ്പൂരിൽ, അതായത് കാർഗർ. അവിടുന്ന് ബാൻഡ്രയ്ക്ക് ഒരു 2 hours ആവും. സാന്റാക്രൂസ്, മോസ്റ്റ്ലി ഇവിടെയൊക്കെ ആയിരിക്കും ഓഡിഷൻസ്, അതായത് അന്തേരിയിൽ. സോ ഞാൻ അവിടുന്ന് റെഡിയായി വന്ന് ഇങ്ങോട്ട് കയറി, എന്നിട്ട് ലോക്കൽ സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇറങ്ങും. സോ എപ്പോഴും ബാഗിൽ തുണിയൊക്കെ ഉണ്ടാവും. അവിടെ തന്നെ വാഷ്റൂമിൽ ഞാൻ ചേഞ്ച് ചെയ്യും. അതിനുശേഷം ഞാൻ ഏത് ഓഡിഷന് പോകണോ ഇല്ലെങ്കിൽ ഓഫീസിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ തന്നെ പോയേക്കും. ഞാൻ എപ്പോഴും ഫ്രഷ് ആയിരിക്കും. അത് മാത്രമല്ലാണ്ട് ഒരു ഹീറോയെ പോലെ ഉണ്ടാവുള്ളൂ. സോ അതിനുവേണ്ടി ഇതൊക്കെ ചെയ്തേ. ബട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയുമെന്ന് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ബിക്കോസ് അച്ഛനും അമ്മയ്ക്കും ആർക്കും ഇവിടെ മുംബൈയിൽ ആരും അറിയില്ല. അതുകൊണ്ട് സീക്രട്ട് ആയിട്ട് നടത്തുന്നതൊക്കെ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ശരി, സിനിമകൾ വന്നതിന് ശേഷം താങ്കളുടെ അമ്മയോട് പറഞ്ഞോ ഇല്ലയോ? അതെ സാർ, ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ബേസിക്കലി ബിടെക് ചെയ്തോണ്ടിരിക്കുമെന്നാ അവർ വിചാരിച്ചേ. അല്ല, ഞാൻ ചെയ്തോണ്ട് തന്നെ ഇരുന്നേ. പക്ഷേ ഞാൻ ഓഡിഷൻ ചെയ്യുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ആക്ടിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് അവർക്ക് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതും ഞാൻ കരഞ്ഞോണ്ട് അവർക്ക് ഫോൺ വിളിച്ചത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ സംഭവിച്ചേ. മറക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് ഞാൻ കോൾ ചെയ്ത് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഞാൻ സെലക്റ്റായി, ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോവാന്നൊക്കെ. അത് വളരെ എമോഷണലായ ഒരു കോളായിരുന്നു. അമ്മ പേടിച്ചു പോയിരുന്നു. എന്തു പറ്റിയവന്? പഠിക്കാനൊക്കെ പോയതല്ലേ ഇവൻ, എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ. അവരെന്തോരുവാ പേടിച്ചതെന്ന് വെച്ചാൽ, അടുത്ത ദിവസം എൻ്റെ ചെറിയമ്മയുടെ കൂടെ പ്രൊഡക്ഷൻ ഓഫീസിൽ ഡയറക്ടറുടെ മുമ്പിൽ ഡയറക്റ്റായിട്ട് വന്നിരുന്നു. അവർ എൻ്റെ ഓഡിഷൻ ടേപ്പ് കണ്ടോണ്ടിരുന്നായിരുന്നു. അതിൽ ഞാൻ റൊമാൻറ്റിക് ലൈൻസ് പറഞ്ഞിട്ടുണ്ട് ഹീറോയിന്. അന്ന് അമ്മ എൻ്റെ ഓഡിഷനൊക്കെ കണ്ടിട്ട് വളരെ ഷോക്കായിരുന്നു. ഫസ്റ്റ് ടൈം ഞാനും ഒരു ഓഫീസിലൊക്കെ കണ്ടിട്ട് വല്ലാണ്ട് ഷോക്കായിരുന്നു. അതിൻ്റെ ഒപ്പം പ്രൊഡ്യൂസർ സാർ, ഡയറക്ടർ സാർ എല്ലാവരും, പിന്നെ കുമാർ മംഗൾ സാർ, എല്ലാവരും ഒരു റൂമിൽ തന്നെയായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതൊരു നല്ല ഓഫീസാണ്, നിങ്ങളുടെ മകനൊന്നും സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ മറ്റുള്ളവർ കഷ്ടപ്പെട്ട അത്രയും കഷ്ടപ്പെട്ടില്ല. താങ്കൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളപ്പോൾ തന്നെ താങ്കൾക്ക് സിനിമ ചാൻസ് കിട്ടി. ഒപ്പം അഭിനയിച്ച പടവും ഹിറ്റായി. ഒപ്പം അതിന്റെ സീക്വൽ ലഭിച്ചു. അതിനുശേഷം CTK TT ബെനി എന്നുള്ള സിനിമ, അത് താങ്കൾ ചെയ്യുമ്പോൾ സോണുക്ക് D2K CT സാർ. ഫസ്റ്റ് സിനിമയുടെ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ 2-3 വർഷമായിരുന്നു. കോളേജിൽ നിന്ന് ഓഡിഷന് വേണ്ടി ചുറ്റിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഓഡിഷൻസൊക്കെ ഫേസ്ബുക്കിലായിരുന്നു സെർച്ച് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ആരും തന്നെ അറിയില്ല. ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ കുറേ ഓഡിഷൻസൊക്കെ വരുന്നത് പോയി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. സോ അതിൽ ഞാൻ ആക്ടേഴ്സ് റിക്വയർമെൻറ്റിൽ പോയി സെർച്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഓഡിഷൻസ്. സെർച്ചിൽ വരുന്ന ഗ്രൂപ്പ്സിലൊക്കെ മുംബൈ ഓഡിഷൻസ്, അതൊക്കെ കണ്ടിട്ട് ഞാൻ ഓഡിഷനിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഓഡിഷൻസ് ഞാൻ കുറേ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നേ. പക്ഷേ കറക്റ്റായിട്ടൊരു ഫിലിമിൻ്റെ ഓഡിഷൻ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആ ഓഡിഷൻസൊക്കെ എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഒന്നും തന്നെ അങ്ങോട്ട് ക്ലിക്കായില്ല. അങ്ങനെ 2 വർഷം ഓടിപ്പോയി പെട്ടെന്ന്. പ്യാർ കാ പഞ്ചനാമയുടെ ഓഡിഷൻ, അതൊരു ഞാൻ ഫേസ്ബുക്ക് പേജിലായിരുന്നു കണ്ടിരുന്നത്. അതായത് വി ആർ ലുക്കിംഗ് ഫോർ 6 പീപ്പിൾസ് എന്ന് പറഞ്ഞ് അവർ പുതിയ ആൾക്കാരെ ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 1 guy, this അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോസ്, അപ്പം എൻ്റെ അടുത്ത് പോർട്ട്ഫോളിയോസ് ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോസിൽ നിന്നൊക്കെ എന്നെ ക്രോപ്പ് ചെയ്ത്, ആ ഫോട്ടോസിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുടിയുണ്ടാവും, കൈയുണ്ടാവും. അതുപോലത്തെ ഫോട്ടോസാണ് ഞാൻ ഓഫീസിലോട്ട് അയച്ചത് അവരുടെ മെയിൽ ID-ക്ക്. അതിനുശേഷം ഞാൻ അവരുടെ മെയിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ, ഐ ആം ദ ഗായ് യു ആർ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ്. കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരുന്നേ. അത് കണ്ടത് കാരണം അവരെന്നെ വിളിച്ചതും. സോ ഓഡിഷൻ നടന്നിരുന്നു. ഞാൻ പോയി അതിനു വേണ്ടി. 6 മാസത്തിനളവിന് ഓഡിഷൻ മാത്രമാണ് നടന്നത്. പക്ഷേ ഫൈനലി പ്യാർ കാ പഞ്ചനാമ സംഭവിച്ചു.
പക്ഷേ പ്യാർ കാ പഞ്ചനാമയ്ക്ക് ശേഷവും ജനങ്ങൾക്ക് എന്റെ പേര് അത്ര അറിയില്ലായിരുന്നു. അവരെപ്പോഴും ഈ വലിയ ഡയലോഗ് പറഞ്ഞ പയ്യൻ, അവൻ ശ്വാസം വിടിച്ചിട്ട് ആ ഡയലോഗ് പറയും, അവൻ ശങ്കർ മഹാദേവന്റെ ടൈപ്പാ, ശ്വാസം വിടാണ്ട് അവൻ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവര്. ആർക്കും കാർത്തികാര്യൻ ആരാന്ന് അറിയില്ലായിരുന്നു. പിന്നെ പഞ്ച്നാമ 2 വന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആകാശവാണി എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിച്ചു. അത് റിലീസ് പോലും ആയില്ല. പക്ഷേ പഞ്ച്നാമ 2വിലും ഇവനൊരു മോണോലോഗ് ബോയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോണു കെ D2K സ്വീറ്റിക്കിന് ശേഷം, ആക്ച്വലി 7-8 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇതാണ് എന്നെ കൊണ്ടുപോയി എല്ലായിടത്തും റീച്ച് ചെയ്ത്. ആ സിനിമയ്ക്ക് ശേഷം എല്ലാവരും എന്നെ കണ്ടിട്ട് ഇതാ കാർത്തികാര്യനെ വരുന്നത്. താങ്കളുടെ പേര് എല്ലാവർക്കും മനസ്സിലായി. അതില് താങ്കളുടെ പേര് എല്ലാവർക്കും മനസ്സിലായി, പക്ഷേ സിനിമയുടെ പേര് ആർക്കും മനസ്സിലാവുന്നില്ല. അതെന്താണ് സ്വീറ്റി ടിറ്റി ബീറ്റി? സോണു കെ D2K സ്വീറ്റി. അതുപോലെ താങ്കൾക്ക് ഞാനൊരു ലൈൻ പറയാം. ഓക്കെ സാർ. ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ലേ സോണു കി ടുറ്റു കി. T2 ആണ് സാർ അത്. T2K സ്വീറ്റി. സോണു കെ ടിറ്റു കി സീറ്റി. ആ. ഇപ്പൊ ഞാനൊരു ലൈൻ പറയാം. പീച്ച് ഊച്ചി ഉൺകിയ പൂച്ച് ഉൺകി ഊച്ചി. എന്ത് പീറ്റ? വരെ വാ. പീഡൂച്ചി ഊട്ടുക്കിയെ ഊഡൂച്ചി പീട്ടിക്കി. സർ സെക്കൻഡ് ലൈൻ എന്തായിരുന്നു? പീച്ച് ഊച്ചി ഉൺകിയ പൂച്ച് ഉൺകി ആ, ഊച്ചി. ശരി. പീട്ടൂച്ച്കി ഊട്ട്കി യാ പൂച്ചൂച്ചി ഊട്ടുകി. ആ, ഇത് കറക്റ്റാ. ഇത് വേഗം പറയണം. പീച്ചൂച്ചി ഉൺകിയാർ പൂച്ചൂച്ചി ഉൺകി, പീച്ചൂച്ചി ഉൺകിയാർ പൂച്ചൂച്ചി ഉൺകി. സോണു കെ D2K സ്വീറ്റി, സോണു കെ D2K സ്വീറ്റി, സോണു കെ D2K സ്വീറ്റി, സോണു കെ D2K സ്വീറ്റി. സാർ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വെച്ചോളും, ഞാൻ എന്റെ സ്വീറ്റി വെച്ചോളാം കേട്ടോ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആക്ച്വലി എനിക്ക് ചോദ്യമില്ല, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരുപാട് ദിവസമായി നിങ്ങളുടെ മോണോലോഗ് എല്ലാവരും ആശംസിക്കുകയാണ്. സോ എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മോണോലോഗ് ഇവിടെ ഒരു വട്ടം എല്ലാവർക്കും വേണ്ടി പറയാമോ പ്ലീസ്? ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി ദിവസമായല്ലോ. प्रॉब्लम ये है कि वो लड़की है, और क्या प्रॉब्लम है? प्रॉब्लम ये है कि मैं चाहता हूँ मेरी लाइफ में कोई प्रॉब्लम ना हो, लेकिन अगर मेरी लाइफ में कोई प्रॉब्लम ना हो तो ये उसकी लाइफ की सबसे बड़ी प्रॉब्लम है. एंड बुलशिट शी इज वर्ried यार. उसे तो सेलिब्रेट करना चाहिए बिकॉज इजंट दिस एग्जैक्टली व्हाट शी वांट्स. सीरियसली यार, आजकल तो जब वो मुंह खोलती है मन करता है मुंह में कुछ ठूस दूं. ट्रस्ट मी 6 महीने में आई हैव हैड इट ऑल. सब देख लिया मैंने. अबे कौन सा प्यार, कैसी रिलेशनशिप, काय की दुनिया. रिलेशनशिप का मतलब होता है 9 to your own हैप्पीनेस. उसके बाद ऑल यू गॉट टू वरी अबाउट इज उसकी खुशियां, उसका बर्थडे, उसके कुत्ते का बर्थडे जो कभी तुम्हारा भी नहीं होता. मैं बता रहा हूँ लड़कियों को कोई खुश नहीं रख सकता. हैप्पी इज अ मिथ.